ചാമ്പ്യൻസ് ലീഗ് രണ്ടാം പാദത്തിൽ PSG പരാജയപ്പെട്ട് പുറത്തായതിന് പിന്നാലെ റഫറിയുടെ തീരുമാനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബാഴ്സലോണ പരിശീലകൻ സാവി. മത്സരത്തിന്റെ 29-ാം മിനിറ്റിൽ ബാഴ്സ ഡിഫൻഡർ റൊണാൾഡോ അറൗഹോ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. ആ സമയത്ത് ബാഴ്സലോണ ഒരു ഗോളിന് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ആ ചുവപ്പ് കാർഡാണ് കളിയുടെ ഗതി മാറ്റിമറിച്ചത്. റൊമാനിയൻ റഫറി എസ്റ്റവാൻ കൊവാക്സ് ഒരു ദുരന്തമായിരുന്നുവെന്നും സാവി പറഞ്ഞു. മത്സരത്തിൽ ഒരു ഗോളിന് മുന്നിട്ട് നിന്ന ബാഴ്സലോണ 1-നെതിരെ 4 ഗോളുകൾക്കാണ് പരാജയപ്പെട്ടത്. അറോഹയ്ക്ക് മാത്രമല്ല റഫറി സാവിക്കും ചുവപ്പ് കാർഡ് നൽകിയിരുന്നു. ഞങ്ങൾ അസ്വസ്ഥരാണ്. ചുവപ്പ് കാർഡ് മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചു. റഫറി ശരിക്കും മോശമായിരുന്നു. അദ്ദേഹം ഒരു ദുരന്തമായിരുന്നു. റഫറിയാണ് മത്സരം നശിപ്പിച്ചത്. റഫറിമാരെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ അത് പറയേണ്ടതുണ്ട്. പ്രധാനപ്പെട്ടൊരു മത്സരത്തിൽ ടീം 10 കളിക്കാരിലേക്ക് ചുരുങ്ങുന്നത് നല്ലതല്ല. ആ നിമിഷം മുതൽ ഇത് മറ്റൊരു ഗെയിമാണ്. ഞങ്ങൾ മത്സരത്തെക്കുറിച്ച് സംസാരിക്കുന്നിടത്തോളം ചുവപ്പ് കാർഡ് എല്ലാം അടയാളപ്പെടുത്തുന്നുവെന്നും സാവി പറഞ്ഞു. ഇൽഗായ് ഗുണ്ടോഗനെതിരെ മാർക്കിന്യോസിന്റെ ചലഞ്ചിന് പെനാൽറ്റി നൽകാത്തതിൽ പ്രതിഷേധിച്ചതിന് രണ്ടാം പകുതിയിൽ സാവിയും ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. അത് എൻ്റെ തെറ്റാണെന്ന് സമ്മതിക്കുന്നു. ഈ സീസണിലെ മുഴുവൻ കഠിനാധ്വാനവും ഒരു റഫറിംഗ് തീരുമാനം കാരണം അവസാനിക്കുന്നത് ലജ്ജാകരമാണ്. മുഴുവൻ ഗെയിമിനും ഇരു ടീമിലും 11 പേർ വീതമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് അനാവശ്യമായ ചുവപ്പ് കാർഡായിരുന്നു. റഫറിയാണ് കളി തോൽപ്പിച്ചതെന്നും സാവി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.